ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ പ്രാങ്ക് പരിപാടിയൊന്നും ഞാൻ അധികം അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അമ്മേ. അപ്പം എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നിയ ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് അമ്മയ്ക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാമെന്ന്. ഇത് വർക്കൗട്ട് ആവുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ജസ്റ്റ് ഒരു ട്രൈ ആട്ടോ. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് കണ്ട ഒറിജിനലാണോ തോന്നൂലേ? ഒറിജിനലായിട്ടൊക്കെ തോന്നും. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഫോട്ടോ. ഇതാരാടാ അന്തോ ദൈവമേ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണൂ? അറിയത്തില്ലല്ലേ? ഇതാണ് കേട്ടോ ഫോട്ടോ. കണ്ടാൽ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. നല്ല ഇരിക്കുന്നതും ഇത് കണ്ടിട്ട് നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഒറിജിനാലിറ്റില്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ? ഇതാണ് കേട്ടോ സിംഗിൾ ഫോട്ടോ. എനിക്ക് ഇതുപോലെ അളിയനും ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഫോട്ടോ. പക്ഷേ എൻ്റെ നല്ല മാച്ചായിട്ട് വന്നിട്ടുണ്ട്. എനിക്കത് കൊള്ളാം. കണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും ഒരു ഫോട്ടോ ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ വർക്കൗട്ടാക്കി എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ സ്റ്റാറ്റസ് ഇടാം. സ്റ്റാർട്ടിങ് ന്യൂ ലൈഫ് എന്ന് പറഞ്ഞിട്ടോ. ഞാൻ അമ്മയെ കൊണ്ട് കാണിക്കേ. എന്നിട്ട് അമ്മ ബാക്കി എന്തെങ്കിലും പണിയാൻ എന്നെ ഒന്ന് പണി. ഓക്കെ, ഇതാണ് സംഭവം പ്ലാൻ. ഇത് വർക്കൗട്ട് ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മൈ ലവ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കുന്നത്. ഞാൻ അച്ഛനെയും അമ്മയും അളിയനെയും മാത്രമേ ആക്കി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇവർക്ക് 3 പേർക്ക് എൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അവൻ എവിടെ പോയി? എന്തോ സീനുണ്ടെന്ന് തോന്നുന്നു. അവനിട്ട് വയ്യ കളിയേ. ഇൻസ്റ്റയല്ലേ ഇത്? വാട്സാപ്പ്. ഞാൻ നോക്കിപ്പോണ്ട് ഇവ എങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നതല്ലല്ലോ. അപ്പൊ എല്ലാരും കാണാം. പയ്യേ ഞാൻ വീഡിയോ എടുക്കുക. അവന്റെ സ്റ്റാറ്റസ് ഒന്ന് ഇടണം. വാട്സാപ്പ് ഒന്ന് എടുത്ത്. എല്ലാം പുതിയ തുടക്കമാ. വാട്സാപ്പ് ഒന്ന് എടുത്ത്. ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അച്ഛൻ്റെ സർപ്രൈസ് എക്സ്പ്രഷൻ നമുക്കിപ്പോൾ കാണാം. എന്റെ നമ്പർ ഇല്ലേ അച്ഛൻ്റെ കയ്യിൽ? മൈ ലവ് യു. ഓ മൈ ലവ് യു എന്ന് എഴുതിയിരിക്കുന്നു. മൈ ലവ് എന്നാ. മൈ ലവ്. ഇത് ഏത് പെണ്ണടാ? ഞാനേ ഇപ്പഴാ കാണുന്നത്. ഇഷ്ടപ്പെട്ടോ? പെണ്ണാന്നും കൂടെ അറിഞ്ഞാൽ മതി. എവിടെ സ്ഥലം എന്ന് അറിഞ്ഞാൽ മതി. അളിയനെങ്ങനെ സംസാരിച്ചിട്ടൊക്കെ എങ്ങനെ ഉണ്ട്? നീ സംസാരിച്ച അളിയെ സംസാരിച്ചിട്ടുണ്ട്. കൊല്ലം അല്ല, ഞാൻ പറഞ്ഞു വന്നത് നാളെ മറ്റന്നാളെ നമുക്ക് അങ്ങോട്ട് പോകണം. ഐ മീൻ അതാണ് സംഭവം. കാര്യങ്ങളൊക്കെ അങ്ങനെ പോണത്. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇട്ടത്. ഞാൻ സർപ്രൈസ് ആക്കി വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടിരുന്നതാ. ഇപ്പൊ നിങ്ങൾ സർപ്രൈസ് ആയില്ലേ? ഇതുവരെ കൊച്ചിങ്ങനെ ഒരു കൊച്ചിന്റെ അങ്ങനെ ഫോട്ടോ അങ്ങനെ ഇട്ടിട്ടില്ല. അത് ഞാൻ വിചാരിച്ച് എഡിറ്റ് ചെയ്ത് വരച്ച് വെച്ചേക്കുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലടാ വരച്ച് വെച്ചേക്കുവാന്ന്. അപ്പൊ അല്ല, അവ ഇട്ടതാന്ന്. ഇട്ടതാ. ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന അമ്മ കണ്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോക്കുന്നില്ലല്ലോ. വാട്സാപ്പിൽ മാത്രമേ ഇട്ടുള്ളൂ. വാട്സാപ്പിൽ മാത്രമേ ഇട്ടുള്ളൂ. ഇനി ഇച്ചിരി കഴിയുമ്പോ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇടാം. യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ടാ വീഡിയോ എടുക്കുന്ന ഇപ്പോ. ഇതിന്റെ പേരെന്ത്? അച്ചു. അശ്വതി. അളിയനറിയാ, പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സെറ്റാണോ? നിനക്ക് ഓക്കെ ആണോ? എനിക്ക് സെറ്റാ. അളിയനെ ഫോട്ടോ എടുത്തു തന്നത്.
പിന്നെ ആ ഫോട്ടോ എന്തെടുത്തതാ? എന്താ ഞാനെങ്ങല്ലേ ആ അറിയാമാ. അപ്പൊ രണ്ടുപേരും കല്യാണം ഞാൻ ഒരുമിച്ച് നടത്താം. അമ്മ കുഴപ്പമില്ല. ചിരിയൊക്കെ. ഈ ഷർട്ട് ഇട്ടോണ്ട് നീ എന്ന് എവിടെ പോയി? മുണ്ട് കൊടുത്തു. ഇത് ഏതാ സ്ഥലം? എവിടെ? ഇത് നമ്മളെ ഗ്രൗണ്ടാ ഇവിടുത്തെ. ഇവിടെ വന്നാ ഈ രണ്ടു വെച്ചെടുത്തത്. പിന്നെ ഈ ഫോട്ടോ എടുത്താരാ? എന്റെ കൂടെ ആരോ വന്നായിരുന്നു പിന്നെ. പോയത് ശ്രീധർ എടുത്തുന്ന ഫോട്ടോ. ഇത് മലയ്ക്കോ മാല ഇട്ടപ്പോ എടുത്തതല്ലേ? അത് കണ്ടുപിടിച്ചു. അത് ശ്രീധു ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീധു ഉണ്ടായിരുന്നു. ശ്രീധു എടുത്തുന്ന ഫോട്ടോ. ഇതിനുള്ള കള്ളം പറയാൻ നമ്മുടെ തലയൊക്കെ തൊട്ട് തത്തി വിടുന്നത്. ഒരു കാര്യം ചെയ്യ്, ഒന്ന് വിളിച്ചു നോക്കട്ടെ, സംസാരിച്ചു നോക്കട്ടെ. കൊച്ചിങ്ങനെ സ്റ്റോറി നമ്പർ ഇപ്പൊ വിളിക്കണോ? എന്തായാലും നീ സ്റ്റോറി ഇട്ട നമ്മളേതല്ല അല്ല വാട്സപ്പില് ഇട്ടില്ലേ? അവരെ വീട്ടിലൊന്നും അറിയത്തില്ല. അത് അതാ പറഞ്ഞത്. അത് നിങ്ങൾ വേണം പോയി സംസാരിക്കാൻ. എനിക്ക് ഫിയറാ, എനിക്ക് പേടിയാ. അങ്ങനെ പോയി ആദ്യം വിളിച്ചു പോയിട്ടൊക്കെ പറഞ്ഞു വരും. സംസാരിക്കണം അവരെ വീട്ടിൽ. എനിക്കെങ്ങനെ സംസാരിക്കാനൊന്നും അറിയത്തില്ല. ഇതൊക്കെ പാരന്റ്സ് ആയിട്ട് ഡീൽ ചെയ്യണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സർപ്രൈസ്. അത് അവരുടെ വീട്ടിലൊക്കെ എന്താണെന്ന് അറിയാൻ പോയതിന് വാട്സപ്പ് ഇട്ടെന്നില്ലേ? അവരുടെ വീട്ടിൽ സംസാരിച്ചിട്ടില്ല. അതിപ്പോ എന്റെ അറിയാവുന്ന ആൾക്കാരല്ലേ ഉള്ളൂ. ഇല്ല, അത് പിന്നെ നമ്മുടെ വീട്ടിൽ കയറ്റുമല്ലോ. എന്റെ വീട്ടിൽ ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് വന്നാലും കയറ്റുമല്ലോ. ആര് പറഞ്ഞു? അത് പിന്നെ അങ്ങനെയല്ലേ. വീടറിയാത്ത പരിപാടിയാണ്. വിളിച്ചേറ്റൊക്കെ ഒന്നും വെടുപ്പൊന്നുമില്ല. വീട്ടിൽ അറിഞ്ഞുള്ള കല്യാണം കട്ട് ചെയ്ത്. പിന്നെ അല്ലാണ്ട് പിന്നെ ഞാൻ പിന്നെ എന്തിനാ പറയട്ടെ? നീ എന്തിനത്തെ പിന്നെ ഇപ്പൊ ഇത് വീഡിയോ എടുക്കുന്നു എല്ലാം ചെയ്തു. ഞാൻ വിചാരിച്ച നീ ഇപ്പൊ അവരുടെ വീട്ടിലൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞ് സെറ്റ് ആക്കി. ഞാൻ ഇപ്പൊ എന്തിനായാലും വീഡിയോ എടുക്കുമല്ലോ. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ചതാ. ഇതിപ്പോ അവരെ വീട്ടിൽ വിളിച്ച തള്ളയെടുത്ത സംസാരിച്ചിട്ടില്ല. നീ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് ഇതെടുക്ക അതിന്റെ വീട്ടിൽ അവതരിപ്പിക്കാൻ പറ. അല്ലാതെ നമ്മള് അവിടെ വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് അവിടെ ചെന്ന് എന്തിനാന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നത്. നീ എന്തിനാ പറയുന്നത്? വട്ട അവക്ക് പേടിയമ്മ. അച്ഛനും വേണം പറയാ. അവക്കും പേടി. എനിക്ക് ഞാൻ എങ്ങനെ പോയി ഇതാവുന്നു? അവൻ അതിനുള്ള ഇതൊന്നുമില്ല. അത് അതിൻ്റെ കൂടെ അവതരിപ്പിക്കാൻ പറ അവിടെ. അല്ലാതെ ചെന്ന് നീ അവിടെ അർജുനും കിട്ടിക്കൊണ്ട് വരാൻ എനിക്ക് ഇവിടുത്തെ അടി നല്ലത് കിട്ടും. ഈ ഓച്ചറക്കാളാണ് അടിയും അടി. ഇതൊക്കെ ഈ ചെയ്യുന്ന ഒരു ബുദ്ധി എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ ഇപ്പൊ പോയിട്ട് എന്തെന്ന് പറയാ? നീ അവരെ വീട്ടിൽ പോകണമെന്നല്ല പറയുന്നത്. അതിൻ്റെ കൂടെ അവിടെ അവതരിപ്പിക്കാം. അത് അച്ഛൻ നിങ്ങൾ വേണ്ടേ സംസാരിക്കാൻ? നിങ്ങൾ രണ്ടുപേരോട് സംസാരിക്കും. അവരച്ഛൻ്റെ അടുത്ത് നമ്പർ എടുത്തു കൊടുക്കാം. അച്ഛൻ സംസാരിക്കും. അപ്പൊ എന്തായാലും നാളെ നമ്മളെ അങ്ങോട്ട് പോവില്ലേ? ഞാൻ ബ്ലോഗിൽ പറഞ്ഞു പോയി. ബ്ലോഗിൽ പറഞ്ഞത് എടുത്തിട്ടില്ലല്ലേ? അവിടെ നിൽക്കും. അത് ബ്ലോഗ് അവിടെ നിൽക്കും. പിന്നെ അച്ഛൻ പറഞ്ഞാലും കറക്റ്റ് കാര്യം. അതിന് വീട്ടുകാരോട് സംസാരിക്കണം. അല്ലാതെ നമ്മള് അങ്ങോട്ട് അനമ്പ് കയറി ചെല്ലുന്നത് അത് മോശമാണ്. നമ്മൾ ആദ്യം അവരടുത്ത് അവതരിപ്പിക്കണം. ഇന്നണക്ക് അത് ആദ്യം സംസാരിക്കേണ്ടത്, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കേണ്ടത് ആ പെങ്കൊച്ചാണ്. മനസ്സിലായ? ഞാൻ എല്ലാവർക്കും ഡ്രസ്സൊക്കെ നോക്കാൻ പോവായിരുന്നത് ആള് ഈ വ്ളോഗ് കഴിഞ്ഞിട്ട്. സത്യമായിട്ടും അങ്ങനൊക്കെ പോകാൻ പറ്റില്ല. വിളിച്ച് പറയാൻ പറ. സംസാരിക്കണം. വീട്ടിൽ നമുക്ക് മിക്ചർ ഒക്കെ ആയിട്ട് നീ നമ്മളെ ഇപ്പം അതാണ് ഇത് കഴിഞ്ഞിട്ട് അല്ലാതെ ചെന്ന് കയറുന്നത് മോശമാണ്. അതിൻ്റെ വീട്ടിൽ എനിക്ക് നിനക്ക് താല്പര്യമുണ്ട്, അവര് ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു. അതിൻ്റെ കൂടെ സംസാരിക്കാൻ പറയാം. നീ ആദ്യം ഇത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അതിനോട് വിളിച്ച് കാര്യം പറയുന്നു. വീഡിയോ എടുക്കാം.
മൈ ലൈഫ് ഈസ് ഗോൺ, മൈ ലവ് ഈസ് ഗോൺ. ഞാനേ നിന്റെ അമ്മയെ കാണാൻ പോയ എങ്ങനെ അറിയാം? നടന്നു. അതൊക്കെ തന്നെ പോയത്. അവിടെ ചെന്ന് നമുക്കൊരു കാര്യം അവതരിപ്പിക്കണം. ഞാൻ ആരെടുത്ത് പറയുന്നത്? ഇവരെ വീട്ടിൽ പോയിട്ട് സംസാരിക്കുക. ഞാൻ ഡയറക്റ്റ് സംസാരിക്കുക എന്ന് പറഞ്ഞ് നീ ഡയറക്റ്റ് പോകണമെന്നല്ല പറഞ്ഞത്. നമ്മളെല്ലാത്തിനും ഞാൻ ഡയറക്റ്റ് പോവും മിക്കവാറും. നിങ്ങൾ ആരും വരണ്ട, ഞാൻ പോക്കോളാം. നേരിട്ട് പോയി സംസാരിക്കാം. അപ്പൊ നിങ്ങളാരും വരത്തില്ലല്ലോ എൻ്റെ കൂടെ? അല്ലാതെ വരത്തില്ല. അല്ലാതെ തന്നെ അറിയണ്ടേ? അറിയിക്കാനല്ലേ പോന്ന? ആ അതല്ലേ മര്യാദ. ഫോണിൽ കൂടെ ഒക്കെ എന്തൊരു ഇത് വെച്ചാ നേരിട്ടാവുമ്പം നമ്മള് അവിടെ കൊടുക്കാൻ പോകുന്നത് ഓടെ മാറി. ആംബുലൻസ് ഒക്കെ വെളിയെത്തിക്കാം. ഞാൻ അല്ലേ പോവാ. ഞാൻ നാളെ കാണാം പോയി. അങ്ങനെ പോരും. അല്ല അതിന്റെ വീട്ടിൽ അതൊന്നും സംസാരിക്കാൻ പറ. ഇതെടുക്കുമെന്ന് അറിയത്തില്ല. അവര് വീട്ടിൽ സംസാരിക്കാൻ പറയാം. അതിപ്പോ ഇൻസ്റ്റയിലും എല്ലായിടത്തും ഇപ്പൊ വരും. ഉച്ച സമയത്ത് ഇളകിയതാ. ഞാൻ വിചാരിച്ചു നിങ്ങളിപ്പം സെറ്റായിട്ട് നാളെ നമ്മൾ പോകും. അങ്ങനെ പോവാൻ നീ ഉദ്ദേശിച്ചില്ലേ നമ്മളെ പിന്നെ അപരിചിതരായ അവര് നമ്മളെ അറിയത്തില്ല. നമ്മളെന്തായാലും ഒരു വീട്ടിൽ ചെന്ന് കയറുന്നത്. നീ ആലോചിച്ച് നോക്ക്, ചിന്തിച്ച് നോക്കണ്ടായിരുന്നു. നിന്റെ ഒരുപാട് പേർക്ക് നമ്പറുണ്ട്. നിന്റെ നമ്പർ അവരെ ആരെങ്കിലും എടുത്തിട്ടാ? എനിക്കും എടുത്തിട്ടതിന് ഐ ലവ് യു ലവ് മൈ ലവ്. നാളെ സമയം മാറും. ഈ ഫോട്ടോ സേവ് ചെയ്യാൻ ഇല്ല, ഇട്ടതാ. ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്യണ്ട. നീ അത് ഡിലീറ്റ് ചെയ്യും. എത്ര പേരുണ്ട്? പിന്നെ നീ അത് ഡിലീറ്റ് ചെയ്യും. കൺഫേം ആയിട്ടൊക്കെ അച്ഛൻ ധരിക്കുന്ന ഞാൻ എങ്ങനെയുള്ള കാര്യം ആലോചിച്ചു. ഒരു വീട്ടിൽ അല്ലാതെ കയറി ചെല്ലുന്നത് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ആ പെണ്ണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ. നമ്മളെ കുഴപ്പിക്കല്ലേ. നിങ്ങൾക്ക് കാണാനല്ലേ, കണ്ട് സംസാരിക്കല്ലേ അവരെ. കണ്ട് സംസാരിക്കുന്നതല്ല. ഞങ്ങൾക്ക് ഫോട്ടോയിൽ കണ്ടാൽ മതി. നമ്മക്കിപ്പോ നേരിട്ട് കാണാൻ ഇപ്പം ഫോട്ടോ കണ്ടു, അത് മതി. പക്ഷേ ബാക്കി നീ ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? ഓക്കെ, നമുക്ക് അതിലൊന്നും വിഷയമില്ലല്ലോ. ഞാൻ അന്ന് അവരുടെ അച്ഛൻ്റെ അമ്മയടുത്തും അവളെ വിളിച്ച് പറയട്ടെ, ഇങ്ങോട്ട് വരാൻ പറയട്ടെ. നമ്മള് പിന്നെ അങ്ങോട്ട് പോവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലേ? നമുക്ക് പോകാൻ പറ്റുന്നില്ല. നീ ആദ്യം പെണ്ണിന്റെ വീട്ടുകാർ എന്തായാലും ഇങ്ങോട്ട് വരത്തില്ല. ചെറുക്കന്റെ വീട്ടുകാരാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ജസ്റ്റ് അവരൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. നമ്മൾ ചെല്ലുന്നതിന് എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കരുത്. മനസ്സിലായില്ലേ? ആരാന്ന് ചോദിക്കുക, അത് മോശമാണ്. നമുക്ക് അവര് അറിഞ്ഞിരിക്കും. നമുക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ വെച്ചിപ്പോ എവിടെ ഉണ്ട്? വീട്ടിലാണോ? വീട്ടിലുണ്ട്. വിളിച്ചിട്ട് കാര്യം പോലെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലൊക്കെ ആലോചിക്കുന്നത് നമ്മള് അവര് വരട്ടാന്ന് ചോദിച്ചു. അപ്പൊ അപ്പോൾ പ്രശ്നം വരുമല്ലോ. വീട്ടിൽ പറയാൻ നമ്മളിവിടെ ചെല്ലുമ്പോ ഇപ്പൊ തന്നെ നമ്മളിവിടെ അറിയാതെ ആരെങ്കിലും വന്നു. അപ്പൊ ഞാൻ ചോദിക്കും, നമ്മൾ ചോദിക്കും ഇതിൽ ആരാ എന്ത് വന്നു. ഒരു ബ്രോക്കർ എങ്ങാണെങ്കിൽ നമുക്ക് കയറി ഇടനിലക്കാരുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ അതില്ലല്ലോ. ഇപ്പൊ ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് അവര് തമ്മിൽ സംസാരിക്കും. ഇപ്പം ഈ ഇടനിലക്കാരെ ഇപ്പൊ ബ്രോക്കർ വഴിയാണ് ഒരു സംബന്ധത്തിലേക്ക് പോകുന്നത്. ആ ബ്രോക്കർ എല്ലാം പറഞ്ഞ് സെറ്റാക്കി നമുക്ക് അവിടെ ചെന്നാൽ ഇത് ബ്രോക്കറൊന്നുമില്ല. ഇത് ബ്രോക്കർ ഇല്ലല്ലോ, ഇത് നിങ്ങൾ ഇല്ലാതുള്ളതല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ അത് അവൻ്റെ വീട്ടിൽ അവതരിപ്പിക്കണം. അവതരിപ്പിച്ചതിന് ശേഷം നമുക്ക് അവര് ഇതിനൊക്കെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിലെല്ലാരും അറിഞ്ഞ് ഷോക്കായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഇവര് കൂടെ ഇരിക്കും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്. അത് അച്ഛനെങ്ങനെ അറിയാം? 31 മിനിറ്റ് ഞാനിട്ടത്. സോ ഈ വീഡിയോ കാണുമ്പോഴത്തേന് ചിലപ്പോൾ നിങ്ങൾ 2027 27 ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഇപ്പോഴൊന്നും കാണത്തില്ല. നീ നേരിട്ട് തന്നെ നിന്റെ അച്ഛനും അതോണക്കായിരുന്നു. അച്ഛൻ വന്ന് നേരിട്ട് വന്ന് ചോദിച്ചത്
പിന്നെ എന്നിട്ട് ബന്ധുക്കളൊക്കെ പിന്നെ വിളിച്ചോണ്ട് വന്ന് ആ പാതയിൽ കൂടെ പൊക്കും. ആ കൊച്ചു ഡിസ്കഷൻ ആണ് സുഹൃത്തുക്കളെ, ഡിസ്കഷൻ. ജസ്റ്റ് ഒന്ന് വീട്ടിൽ പറയാൻ പറ, എന്നിട്ട് നമുക്ക് ഇത് ചുമ്മാ പേക്കൊക്കെ ഇത് ഫ്രാങ്കാക്കണ്ട ചുമ്മാ സീരിയസ് ആണ്. അല്ലെങ്കിൽ അവിടെ ചുമ്മാ വിലക്ക് പ്രാപ്ത തമിഴ് നടിയുടെ ഫോട്ടോ ഞാൻ എപ്പോഴും എടുത്തിട്ട് നോക്കിയത് നിനക്കെന്തിന് വട്ട പറ്റിച്ചാണ് പ്രധാനമന്ത്രി ആ സ്റ്റാറ്റസ് നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ കാണാൻ പറ്റൂ ഇല്ലേ? ആ എനിക്ക് അമ്മയെ പ്രാങ്ക് ചെയ്യണമെന്ന് ഉള്ളായിരുന്നു. എന്നാലും അച്ഛനും സീരിയസ് ആയി ഇടയ്ക്ക്. പറയുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് എപ്പോഴായിരുന്നു ഇങ്ങനെ ഡൗട്ട് അടിച്ചോണ്ടിരുന്ന കാര്യം ഞാൻ വീണ്ടും എടുത്തു നോക്കി. അപ്പൊ ഇതാ ഞാൻ ക്യാമറ കൊണ്ട് ഇന്നപ്പോ തോന്നിയാ ഞാൻ പിന്നെ ക്യാമറ ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ച ഫോൺ ഇങ്ങനെയൊക്കെ പിടിച്ച ഇങ്ങനെ ഫേസ് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ വേറൊരു രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് കണക്ക് നടന്നില്ല. ആ സമയം കൊണ്ട് അച്ഛനും അങ്ങ് വന്നു പെട്ടെന്ന്. എനിക്ക് എന്തോ ചെയ്യണ്ടേന്ന് അറിയാൻ വയ്യായിരുന്നു. ഞാനേ അമ്മ പെട്ടെന്ന് പേര് വെച്ചപ്പോ അച്ചു അപ്പൊ അളി അപ്പുറത്തുനിന്ന് അശ്വതി അങ്ങനെയൊക്കെ വന്നതാ. വേറൊരു ഫോട്ടോ കൂടെ ഉണ്ട്, ഫാമിലി ഫോട്ടോ. ആ കൊച്ചും കൂടെ ഉള്ളതുണ്ട്. അതല്ല ഫോണിൽ അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വെച്ച കുഞ്ഞാവയെ കൊണ്ടച്ച കേട്ടച്ച വാവാ ഞങ്ങളുടെ ഫ്രീയേ കുഞ്ഞാവ ഫ്രീ. എന്റെ കണ്ണൊക്കെയാ ചിരി അവളുടെതാ കേട്ടോ കേട്ടാച്ചാ. കണ്ണൊക്കെ എന്റെതാ, ചിരി അവളുടെതാ. എന്റെ കമ്മലും ഒക്കെ തള്ളയുടേതാ, ഡ്രസ്സും തള്ളയുടേതാ. അങ്ങനെ ഞങ്ങളൊരു കുടുംബമായി ഒറ്റ ക്ലിക്കില്. ഈ ഇപ്പുറത്തെ നാട്ടുകാരെ കേട്ടാന്തോ ഇനി നാളെ മൊത്തം ഇനി അടിച്ചിറക്കും. എന്റെ കല്യാണം ചടങ്ങ മൊത്തം പറയും ഇച്ചിരി അങ്ങ് പ്രാങ്കായി ഇച്ചിരി. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ വിചാരിച്ചു നിനക്ക് ഉള്ളായിരിക്കും, ഇഷ്ടപ്പെട്ടാണോ ആയിരിക്കും. നോക്കിപ്പോ നമുക്ക് ആലോചിക്കാൻ കേട്ടാ ഞാൻ അങ്ങനെ ആ പ്രതീക്ഷയും പോയല്ലേ. അത് പോയി. ഇനി ശരിക്കും ഇതുപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലേ? ഒരാളെ പോലെ 7 പേര് ഇത് ആരെങ്കിലും ഉണ്ടെങ്കിലോ കാണാം. അങ്ങനെ കിട്ടുന്നവരുണ്ട്. ഇതിങ്ങനെ ഈ ഫോട്ടോ എടുത്തിട്ട് റീലാക്കും. റീലാക്കുമ്പോഴത്തേന് ഇങ്ങനെ ശരിക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ മെസ്സേജ് ചെയ്യും, കമന്റ് ഒക്കെ ചെയ്യും. അങ്ങനെ സെറ്റായ ആൾക്കാരുണ്ട്. ഞാൻ സന്തോഷിച്ചിരുന്നു. സെറ്റായ എന്റെ മോന് ജീവിതം കിട്ടിയെന്ന്. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണോ? ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ ഗൈസ്, അത്രേ ഉള്ളൂ. ബൈ. ബ്ലുംബടി. അപ്പോ